ലഡാക്കിൽ ഉണ്ടായിരിക്കുന്ന വിഷയം, അവർക്ക് സ്വതന്ത്ര സംസ്ഥാനം വേണമെന്ന ആവശ്യം, സോനം വാങ്ചുക് എന്ന പരിസ്ഥിതി പ്രവർത്തകനാണ് ആ സമരത്തിന് നേതൃത്വം നൽകുന്നത്. സർ, ഇതിന് ചില വിദേശ ശക്തികളുടെ കരം കൂടെ ഉണ്ടോ? കാരണം ബംഗ്ലാദേശിൽ നടന്നതുപോലെയുള്ള ഒരു സമര രീതിയാണ് ഇവിടെ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. സർ, ഇതിനെ വളരെ സീരിയസ് ആയി നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് കാണുന്നില്ല. ഇന്ന് അവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അല്പം മുമ്പ് ഞാൻ സാറിനോട് സംസാരിച്ചപ്പോൾ 4 പേര് കൊല്ലപ്പെട്ട കാര്യം പറഞ്ഞു, അതിനുശേഷം ചിലരെ പിടിക്കപ്പെട്ടു എന്നും പറയുന്നു. സർ, കറണ്ട് സ്റ്റാറ്റസും ഇതിന്റെ സത്യാവസ്ഥ എന്തൊക്കെയാണ് എന്നുള്ളത് ഇതിന്റെ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ പറഞ്ഞിട്ട് വേണം ഇപ്പോഴത്തെ ഒരു സാഹചര്യം വിലയിരുത്താൻ. തീർച്ചയായും ഈ 2019 ജമ്മു കാശ്മീരിന്റെ പുനഃസംഘടന നടന്നപ്പോൾ ലഡാക്ക് ഒരു യൂണിയൻ ടെറിട്ടറിയാക്കി മാറ്റി. അതിന് പ്രധാന കാരണം അതിന് ചൈനയുമായിട്ടുള്ള സാമീപ്യവും ചൈനയുടെ അഗ്രഷനുമാണ്. ചൈന ആ സ്ഥലത്ത് നമുക്കറിയാം, അവിടെ വലിയ ലിഥിയം സ്റ്റോറേജ് ഉള്ള ഒരു ഏരിയയാണ്. ഇപ്പം ചൈനയ്ക്ക് ആ സ്ഥലം നോട്ടമുണ്ടെന്നുള്ളത് ഇന്ത്യക്ക് കൃത്യമായിട്ടറിയാം. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് വളരെ സുരക്ഷാ പ്രശ്നമുള്ള ഒരു സംഭവമാണ്. അത് ഒരു സംസ്ഥാന സർക്കാർ കൈകാര്യം ചെയ്താൽ, അതായത് കേന്ദ്രത്തിന് നേരിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്ഥലമാണെങ്കിൽ അവിടെ ഒരു സുരക്ഷാ പ്രശ്നമുള്ളെന്നുള്ളത് കൊണ്ടാണ് പ്രത്യേകിച്ച് ലഡാക്ക് ഒരു വലിയ പ്രശ്നമുള്ള സ്ഥലമായിരുന്നില്ല, കാശ്മീർ പോലല്ല. അപ്പൊ ലഡാക്കിനുള്ള താല്പര്യം എന്ന് പറയുന്നത് ചൈനയുടെ സാമീപ്യവും അവിടെയുള്ള ആ ഭൂപ്രകൃതിയുടെയും അവിടുത്തെ ഈ ലിഥിയം ഡെപ്പോസിറ്റും ഒക്കെയാണ്. ഇത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. ആദ്യകാലത്ത് ജനങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു ലഡാക്ക് യൂണിയൻ ഭരണ പ്രദേശമായപ്പോൾ. അപ്പൊ അധികാരം കേന്ദ്രത്തിലോട്ട് വന്നതോടുകൂടി അവിടെ നമ്മൾ പണ്ട് നടന്നിരുന്ന പോലെ ഒരു അഴിഞ്ഞാട്ടം നടക്കാതെ പോയി. അത് സത്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊരു സ്വയംഭരണക്കുറവുണ്ടെന്ന് തോന്നി. ജോലി സുരക്ഷ ആശങ്കകളുണ്ടായി. പരിസ്ഥിതി പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ലിഥിയം ഖനനമൊക്കെ വരികയാണെങ്കിൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ന്യായമായ സംശയങ്ങൾ അവിടുത്തെ ജനങ്ങൾക്കുണ്ടായി എന്നുള്ളത് പൂർണ്ണമായി അംഗീകരിക്കുന്നു. ഇപ്പൊ ലഡാക്കിലെ ഈ അപ്പെക്സ് ബോഡി ഓഫ് ലേ എന്നും, അതായത് ABL എന്ന് പറയും, പിന്നെ കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ്, അങ്ങനെ അവർ ഈ 2 ഗ്രൂപ്പുകൾ ചേർന്നിട്ടാണ് അവർക്കൊരു സംസ്ഥാനം തന്നെ വേണം, അതായത് സ്വയം ഭരണം അധികാരമുള്ള സംസ്ഥാനം വേണം എന്ന് പറയുകയും അവിടുത്തെ ജനങ്ങളെ 6th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുകയും അവർക്കൊരു പബ്ലിക് സർവീസ് കമ്മീഷൻ വേണമെന്ന് പറയുകയും അവർക്ക് 2 ലോക്സഭാ സീറ്റുകൾ വേണം എന്നൊക്കെ അവർ കഴിഞ്ഞ 4 വർഷമായിട്ട് ഉന്നയിച്ചു വരുന്നു. അങ്ങനെ ഇരിക്കെ അതിനുള്ള ചർച്ചകൾ നടക്കുകയായിരുന്നു. മെയിൽ ചർച്ച നടന്നു. ഒരു വലിയ പ്രധാനപ്പെട്ടതും ഒരുപക്ഷെ ഫൈനലും ആകാവുമായിരുന്ന ചർച്ച ഒക്ടോബർ 6-ാം തീയതിക്ക് വേണ്ടി നിശ്ചയിച്ചിരുന്നു. അത് നേരത്തെ വേണമെന്ന് പറഞ്ഞപ്പോൾ എന്നാ 25-നും 26-നും ഇടയ്ക്ക് ഡൽഹിയിൽ വെച്ച് ഒരു കാര്യങ്ങൾ തീരുമാനിക്കാനും അവരുടെ ആശങ്കകൾ പരിഹരിക്കാനും ഒരു ചർച്ച വെക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതിന്റെ കൂട്ടത്തിലാണ് ഈ പറയുന്ന ഇദ്ദേഹം പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക് അവിടെ ഒരു നിരാഹാരം കിടന്നത്. ഇയാൾ അത്ര ഒരു ചൊവ്വുള്ള ആളല്ല എന്ന് പണ്ട് തുടങ്ങിയുള്ള ചരിത്രം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നിരാഹാരം കിടക്കും, എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞത് പിൻവലിക്കും, ഇങ്ങനെയൊക്കെ. അതായത് ഈ ഒരു സംസ്ഥാനം ഉണ്ടായി വരികയാണെങ്കിൽ അതിൻ്റെ ഒരു നേതാവാകാനുള്ള ശ്രമം പല രാഷ്ട്രീയക്കാരും നടത്തും. അതിന് ഏറ്റവും എളുപ്പമുള്ളൊരു പരിപാടിയാണ് നിരാഹാരം കിടപ്പ്. അപ്പൊ അങ്ങനെ നിരാഹാരത്തിലായിരുന്നു പുള്ളിയുടെ സ്കില്ല്. അങ്ങനെ നിരാഹാരം കിടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ കുറച്ച് പേര് കൂടി. അവരിൽ കുറെ പേർക്ക് ക്ഷീണമാണ് എന്ന് പറഞ്ഞ് പ്രസംഗങ്ങളുണ്ടായി, സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകളുണ്ടായി, ഇവരുടെ ആരോഗ്യം അപകടത്തിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പാവങ്ങൾ ഈ അപ്പെക്സ് ബോഡിയിലെ കുറച്ച് യുവജനങ്ങൾ ആരുടെയൊക്കെ താല്പര്യപ്രകാരം ഒരു പ്രകടനം നടത്തി. പക്ഷേ ഒരു വലിയ പ്രകടനം പ്രക്ഷോഭമായി മാറുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് അതിശക്തമായ കല്ലേറുണ്ടാകുന്നു, ടിയർ ഗ്യാസ് പ്രയോഗിക്കേണ്ടി വരുന്നു, അത് കഴിഞ്ഞ് ലാത്തി ചാർജ് വരുന്നു, എന്നിട്ടും രക്ഷയില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ ആ സമയത്ത് തന്നെ അവിടുത്തെ BJP ഓഫീസ് കത്തിച്ചു, പോലീസ് വാഹനങ്ങൾ കത്തിച്ചു, ഒരു പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസ് കത്തിച്ചു. ഈ കത്തീര് ഇതിനു മുൻപ് കാശ്മീരിൽ ഉണ്ടാകാത്ത സാധനങ്ങൾ, അത് കല്ലേറുണ്ടാവും, പ്രകടനങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ കത്തീര് വേറെ അടുത്ത ചില രാജ്യങ്ങളിൽ, നേപ്പാളിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും ഒക്കെ നടന്നതിൻ്റെ
ഒരു പതിപ്പാണ് എന്ന് തോന്നി. മാത്രമല്ല, സർക്കാരിന്റെ ശ്രദ്ധയിൽ അത് പെടാൻ കാര്യം അതിനു മുൻപേയുള്ള സമൂഹ മാധ്യമങ്ങളിൽ പലപ്പോഴും ഈ അറബ് വസന്തം, അതായത് പണ്ട് ബഹ്റിനിൽ ഒരു അറബ് വസന്തം എന്ന് പറഞ്ഞൊരു വലിയ പ്രക്ഷോഭം നടന്നു. പിന്നെ നേപ്പാളിലെ സെൻസി പ്രക്ഷോഭത്തെക്കുറിച്ചുള്ള ചില സൂചനകൾ, എന്തുകൊണ്ട് അതുപോലെ ഇവിടെയും ആയിക്കൂടാ, വരാതിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധ ഉറപ്പായിട്ടും നേടിയിരുന്നു. നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളൊന്നും ഒട്ടും മോശമല്ല ഇക്കാര്യത്തിൽ, അതുണ്ടായിരുന്നു. അപ്പൊ അവർ കരുതിയിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് പെട്ടെന്ന് സമാധാനപരമായി തുടങ്ങിയ സംഭവം വലിയ കല്ലേറിലും ഈ തീവയ്പിലും ഒക്കെ കലാശിച്ചത്. അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റും? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, പോലീസിന് നേരെ ചെറിയ കല്ലൊന്നുമല്ല, വലിയ കല്ലെടുത്തെറിയുന്നു, പോലീസ് വാഹനങ്ങൾ കത്തിക്കുന്നു, അതിൻ്റെയൊക്കെ വീഡിയോകൾ ഇപ്പം ലഭ്യമാണ്. ആയുധങ്ങളുമായിട്ട് ആളുകൾ ഇറങ്ങുന്നു. ന്യായമായും അതൊരു നേപ്പാൾ സ്റ്റൈൽ പ്രക്ഷോഭമായി മാറാനുള്ള സാധ്യത അവർ മുന്നിൽ കണ്ടു. പോലീസ് അതിനകത്ത് ശക്തമായി ഇടപെട്ടു, വെടിവയ്പ് നടത്തേണ്ടി വന്നു. എന്തായാലും റിപ്പോർട്ടുകൾ പ്രകാരം കുറഞ്ഞത് 4 പേരെങ്കിലും മരിച്ചിട്ടുണ്ട്. ഏകദേശം 50 മുതൽ 100 പേർക്ക് വരെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ പ്രവർത്തകൻ എന്ന് പറഞ്ഞ സോനം വാങ്ചുക് തന്റെ 15 ദിവസത്തെ നിരാഹാരം പെട്ടെന്ന് അങ്ങ് അവസാനിപ്പിച്ചു. പറഞ്ഞ ന്യായം അതിനേക്കാളും ഇല്ല, കൂടുതൽ കലാപം ഒഴിവാക്കാൻ വേണ്ടിയാണെന്ന്. അപ്പോ ചുരുക്കം പറഞ്ഞ ഈ ഒക്ടോബർ 6 നടന്ന, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരെ ഉൾപ്പെടുത്താതെ നടക്കുമായിരുന്ന ആ ചർച്ച അലങ്കോലപ്പെടുക എന്നതായിരുന്നുവോ ഇതിന്റെ ഉദ്ദേശം? അല്ലെങ്കിൽ സാധാരണഗതിയിൽ കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു ചാനലിൽ പറഞ്ഞതുപോലെ എല്ലാ സമരങ്ങളുടെയും ഉദ്ദേശം എന്താണ്? ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാക്കുക എന്നുള്ളതാണ്. ചർച്ചയ്ക്ക് ഓൾറെഡി സർക്കാർ തയ്യാറാണ്, ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ എന്തിനായിരുന്നു ഈ 6-ാം തീയതിക്ക് മുന്നേ, അല്ലെങ്കിൽ 25-ാം തീയതിയിലത്തെ ചർച്ചയ്ക്ക് മുന്നേ, 26-ാം തീയതിയിലത്തെ ചർച്ചയ്ക്ക് മുന്നേ ചർച്ചയില്ല സാർ? ഇന്നിപ്പോ അവരുടെ ചർച്ചയില്ലേ? ഇന്ന് അവരുടെ ചർച്ച ഉണ്ടല്ലോ. അല്ല, ഇന്ന് ആ ചർച്ച നടക്കുമെന്ന് പറഞ്ഞൂടെ? ഇപ്പോഴത്തെ ഇതിന്റെ ഈ പ്രത്യേക സാഹചര്യത്തില് ഈ 6-ലെ ചർച്ച പോലും നടക്കുമോന്ന് എനിക്കിപ്പോ സംശയമാണ്. കാരണം എന്താണ് ഇതിന്റെ ഉറവിടം, എന്തായിരുന്നു ഇതിന്റെ കാരണം? ഈ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നപ്പോ എന്താണ് ഇങ്ങനെ ഒരു പ്രക്ഷോഭം ഉണ്ടായതെന്നും കൂടെ സർക്കാർ പരിശോധിക്കുമല്ലോ. അപ്പൊ ചർച്ചയ്ക്ക് സമയം പറ്റിയ അന്തരീക്ഷമാണെന്ന് അവർ തീരുമാനിക്കും, അവരും കൂടെ തീരുമാനിക്കും എന്നുള്ളത് അത് തന്നെയാണ് ഇതിന്റെ ശരി. അപ്പോ ഈ സർക്കാരും ലഡാക്ക് കൗൺസിലും ഒക്കെ പറയുന്നത്, ലെജിസ്ലേറ്റീവ് ഗവൺമെന്റും ഒക്കെ പറയുന്നത്, ഈ പ്രകടനം ഒരു നേരത്തെ അയ്യപ്പദാസ് പറഞ്ഞ പോലെ ബാഹ്യ പ്രചോദനങ്ങളായിട്ട് ഉണ്ടായതാണോ, ഉത്തേജിതമായതാണോ എന്ന് ന്യായമായും അവർ സംശയിക്കുന്നു. ഈ നേപ്പാൾ, ബംഗ്ലാദേശ്, ചൈനയുമായി അതിർത്തിയുള്ള സ്ഥലമല്ലേ? ചൈനയുമായി നമ്മുടെ അതിർത്തിയുള്ള സ്ഥലം അതാണ്. പക്ഷെ അതല്ല ചൈനയാണ് പ്രശ്നമല്ല, ചൈനയുടെ പ്രശ്നമല്ല ഇത്. നേപ്പാൾ, ബംഗ്ലാദേശ് യുവജന പ്രസ്ഥാനങ്ങള്, അറബ് സ്പ്രിംഗ്, ഇങ്ങനത്തെ കുറെ വാക്കുകൾ അവർ പറഞ്ഞിരുന്നു. ഈ പ്രവർത്തകർ ഈ അവരുടെ സമൂഹ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ പറഞ്ഞിരുന്നു. അതെല്ലാം അപ്പൊ അതുകൊണ്ട് അതൊക്കെ പരിഗണിച്ചിട്ട് വേണം ഇനി അത് തീരുമാനിക്കാൻ. മാത്രമല്ല, സർക്കാർ കൃത്യമായിട്ട് പറഞ്ഞു പോലീസിന്റെ നടപടി സ്വയരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു, നിയമവും ക്രമവും നിലനിർത്താനായിരുന്നു, ക്രമസമാധാനവും നിലനിർത്താൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കേണ്ടി വന്നത്. ഈ നമ്മൾ മനസ്സിലാക്കണം, 1800 ഒഴിവുകളിലേക്ക് ഗവൺമെന്റ് ഓൾറെഡി നിയമന പ്രക്രിയ തുടങ്ങിയിരുന്നു. അവിടുത്തെ ഹിൽ കൗൺസിലിലേക്ക് 1/3 സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയിരുന്നു. അവിടുത്തെ 2 ഭാഷകൾക്ക് അംഗീകാരം നൽകിയിരുന്നു. അപ്പൊ ഇതുപോലെ ധാരാളം പ്രോആക്റ്റീവ് പരിപാടികൾ ഗവൺമെന്റ് ചെയ്തിരുന്നു. എന്നിട്ടും ഇതിങ്ങനെ എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ ഈ ജനങ്ങളെ നേപ്പാൾ, ബംഗ്ലാദേശ് മാതൃകയിൽ പ്രേരിപ്പിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നു, നേപ്പാൾ ജെൻസി പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്, അപ്പൊ അതിന് എന്ത് വേണം നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് ന്യായമായും സർക്കാർ ആഘോഷിക്കും. നമ്മൾ മറ്റൊരു നേപ്പാൾ ലഡാക്കിൽ ഉണ്ടാകാൻ നമുക്ക് യാതൊരു താല്പര്യവും ഇല്ല. അത് അല്ല, പ്രവർത്തകര് ഈ എന്താണ് പറയുക, ഈ ഫാസ്റ്റിംഗ്, അതായത് നിരാഹാര സമരം അവസാനിപ്പിക്കാൻ പലവട്ടം പറഞ്ഞു, ചർച്ചയുണ്ട്. എന്നിട്ടും ആളുകളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അത്തരം ഒരു ഫാസ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്തു എന്നുള്ളത് വളരെ പ്രശ്നം തന്നെയാണ്. ഇതുവരെ നമുക്കിപ്പോ ഈ വിദേശ രാജ്യങ്ങൾ അതിനകത്ത് ഇടപെട്ടു എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെളിവ് കിട്ടാൻ അത്ര എളുപ്പമല്ല. അതൊക്കെ ഇനി പതുക്കെ തപ്പിയെടുക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള അർഹത ഉണ്ട്, നിങ്ങൾക്ക് ഒരു പരാതി പറയാൻ, പക്ഷെ അതൊക്കെ ഭരണഘടനാപരമായിട്ട് ചെയ്യണം. അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭൂമിയുടെ ഉള്ള പ്രശ്നം, ജോലിയെ പറ്റിയുള്ള പ്രശ്നം, പരിസ്ഥിതി സംരക്ഷണം, ഇതൊക്കെ ന്യായമായ അവകാശങ്ങളാണ്, ന്യായമായ ആവശ്യങ്ങളാണ്.
കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചർച്ചകൾ നടക്കുന്നതിന്റെ ഇടയിൽ അതിനെ പൊളിക്കുന്ന വിധത്തിൽ എന്തിനിങ്ങനൊരു അക്രമാസക്തമായ സമരം ഉണ്ടായി എന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമല്ലേ? ഈ നാട്ടിലെ സാധാരണ ജനങ്ങളും ചോദിക്കില്ലേ? നമ്മളായാലും ചോദിക്കില്ല, അയ്യപ്പദാസ് ആയാലും ചോദിക്കൂലേ? തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് എവിടെയൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നു എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ്. ഇതാണ് അയ്യപ്പദാസിനെ പ്രാഥമികമായിട്ട് പറയാനുള്ളത്. ഇനി അയ്യപ്പദാസ് ചോദിക്കുമ്പോൾ ഞാൻ പറയാം. സർ, തീർച്ചയായിട്ടും നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത് ഇത് വിദേശത്ത് നിന്നുള്ള ഏതെങ്കിലും ശക്തിയുടെ കളിയാണോ എന്നുള്ളതായിരുന്നു. അപ്പൊ സാറ് പറയുന്നത് അത് അല്ല എന്നാണ്. തീർച്ചയായിട്ടും അല്ലെന്നല്ല, അയ്യപ്പദാസ് അല്ലെന്ന് ഞാൻ പറയാൻ സമയമായിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ വിദേശ ശക്തികൾ എന്നൊക്കെ പറയുമ്പോൾ അവര് വളരെ സട്ടിലായിട്ട് ഈ സ്പൈ നെറ്റ്വർക്ക് ഉപയോഗിച്ചാണ് ഇതൊക്കെ ചെയ്യുക. അത് ഇനി ഇവരെ പിടിച്ച് ചോദ്യം ചെയ്ത് നിനക്ക് എവിടുന്ന് കാശ് കിട്ടി, നിന്റെ കമ്മ്യൂണിക്കേഷൻ എവിടുന്ന് വന്നു, അതിന്റെ IP അഡ്രസ് ഒക്കെ സെർച്ച് ചെയ്ത് നോക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം തന്നെ പറയേണ്ടത് 4ഓളം അല്ലെ 7ഓളം നേപ്പാൾ പിന്നെ ആളുകള്, നേപ്പാളികള് അവിടെ നിന്ന് പിടികൂടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയും. ഇതൊക്കെ പുറത്ത് പറയാൻ തന്നെ വലിയ പ്രശ്നമുള്ള കാര്യങ്ങളാണ്. ഈ നേപ്പാളുമായിട്ടുള്ള ബന്ധം ചിലപ്പം വഷളാവാം, ഭൂട്ടാനുമായിട്ടുള്ള ബന്ധം ചിലപ്പം വഷളാവാം. പക്ഷെ ഇതിനകത്ത് നമ്മൾ കാണേണ്ട കാര്യം, ഒരു വലിയ പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസ് കത്തിച്ചു, BJPയുടെ ഓഫീസ് കത്തിച്ചു, ഒരു സൈനികൻ കൊല്ലപ്പെട്ടു. ഇത് ഇതുവരെ ഉണ്ടാകാത്തൊരു കാര്യമല്ലേ? അതെ, ഒരു സൈനികൻ കൊല്ലപ്പെട്ടു അല്ലെ, ഒരു മുൻ സൈനികൻ കൊല്ലപ്പെട്ടു, ഒരു പഴയ ഇതിനകത്ത് എല്ലാവരും വെടിയേറ്റ് മരിച്ചു എന്ന് പറയാൻ പറ്റൂല. ഇതിനകത്ത് എങ്ങനെ മരിച്ചു എന്നുള്ളതിന്റെയൊക്കെ അന്വേഷണം നടക്കുന്നു എന്നുള്ളതല്ല. പക്ഷെ ഇതിന്റെ പണി കഴിഞ്ഞു എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. തീർച്ചയായിട്ടും ഈ കലാപത്തിന്റെ പണി കഴിഞ്ഞു എന്നുള്ളത് ഒതുക്കണമല്ലോ. അതെ, ഇപ്പൊ നമ്മൾ അവസാനം കേൾക്കുന്നത് ഈ സോനം വാങ്ചുക്കിനെ പതുക്കെ കേന്ദ്രം അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഡൽഹിയിലേക്ക് ചർച്ചയ്ക്ക് വിളിക്കും. ഈ സോനം വാങ്ചൂക്കിന് വിദേശ ഫണ്ട് ധാരാളമായി വരുന്നുണ്ടായിരുന്നു. അത് എവിടെ നിന്ന് വന്നു എന്നൊക്കെ ഇപ്പൊ വളരെ നിമിഷ നേരം കൊണ്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കും. അത് ഓൾറെഡി CBI അന്വേഷണം. വിദേശ സന്ദർശനം നടത്തിയെന്ന് പറയുന്നു, പാകിസ്ഥാനിൽ പോയിരുന്നു എന്ന് പറയുന്നു. അതിനൊക്കെ വ്യക്തമായ തെളിവുണ്ടെങ്കിൽ പ്രശ്നമാണ്. മറ്റൊരു കാര്യം, ഇയാൾക്ക് ഒളിഞ്ഞും തെളിഞ്ഞും ചില പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ വിദേശത്തു നിന്ന് പണം വന്നിട്ടുണ്ട്. ആ പണം വന്ന് എവിടെ നിന്നാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും. മനസ്സിലല്ലേ? ഈ നിരാഹാരം പെട്ടെന്ന് അവസാനിപ്പിച്ചതിനകത്ത് എന്തെങ്കിലും കളിയുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. അപ്പൊ അത് അന്വേഷിക്കേണ്ടതാണ്, അന്വേഷിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അങ്ങേർക്കൊരു FCRA ലൈസൻസ് ഉണ്ടായിരുന്നു. ഈ സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ലഡാക്ക് എന്ന പേരിലാണ് ഇദ്ദേഹം ഒരു സംവിധാനം, സോനം വാങ്ചൂക്കിന്റെ സംഘടന സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ലഡാക്ക്. അപ്പൊ ഇതിന് അവരുടെ FCRA ലൈസൻസ് തൽക്കാലം റദ്ദാക്കിയിട്ടുണ്ട്. ഏതായാലും സാർ, അന്വേഷണം നടക്കാനിരിക്കുമ്പോൾ എന്തായാലും അതിന്റെ കുറച്ചുകൂടെ നമുക്ക് വാർത്തകൾ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് തുടർന്ന് സംസാരിക്കാം. തീർച്ചയായിട്ടും.